ബംഗാളിൽ സ്ഥിതിഗതികൾ വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാദ്യമായി മമതാ ബാനർജി വലിയൊരു തിരിച്ചടി നേടുകയാണ്. വനിതാ ഡോക്ടറുടെ അതിക്രൂരമായ കൊലപാതകവും അതിനെ തുടർന്നുള്ള സംഭവവാസങ്ങളും പിടിവിട്ടു വരികയാണ്. ഗവർണർ ഒടുവിൽ കളത്തിലിറങ്ങിയിട്ടുമുണ്ട്. എന്താണ് സ്ഥിതി? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷമത്തോടു കൂടി ഇന്നൊരു പുതുവർഷ ദിനമാണ് നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിട്ട് ഒരു പുതിയ വർഷം ആരംഭിക്കും. ഇന്നേ ദിവസം തന്നെ കേരളത്തിൽ ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് ചികിത്സ കിട്ടില്ല. കാരണം ഡോക്ടർമാരെ പണിമുടക്കില്ല. ആ പണിമുടക്കുകാരുടെ ശമ്പളം കൂടുതൽ വേണ്ടിയിട്ടല്ല, അവരെ കൂടെയുള്ള ഒരാളിൻ്റെ നാട്ടുകാർ തല്ലിയിട്ടല്ല, മറിച്ച് ഈ പശ്ചിമ ബംഗാളിലെ ഒരു 31 വയസ്സുള്ള ഒരു റെസിഡന്റ് ഡോക്ടറെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് ഹോസ്പിറ്റലിൽ വെച്ച് ബലാത്സംഗം ചെയ്ത് കൊന്നതിൻ്റെ പ്രതിഷേധമായിട്ടാണ് ഇന്നത്തെ സമരം. ഇത് രാജ്യത്തിൻ്റെ മനസാക്ഷി ഉണർത്തുന്ന ഒരു സമരമാണ്. എൻ്റെ അഭിപ്രായത്തിൽ മുഴുവൻ ജനങ്ങളും മറ്റ് യാതൊരുവിധ വ്യത്യാസങ്ങളും ഇല്ലാതെ സമരത്തിനൊപ്പം നിൽക്കണം എന്നാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ഇതിൽ മമതയുടെ അടി പതറുക മാത്രമല്ല, മമതയുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഒരു പക്ഷേ ഈ സമരാഗ്നിയിൽ ചിലപ്പോൾ കത്തിപ്പോയി. അത്ര തീവ്രമായ പ്രതിഷേധമാണ് രാജ്യത്തെമ്പാടും. മെഡിക്കൽ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ ഡോക്ടർമാരെന്നുള്ളത് പോട്ടെ, പൊതുസമൂഹത്തിൽ നിന്ന് പോലും വലിയ തോതിലുള്ള പ്രതിഷേധം ഈ സ്ത്രീക്കെതിരെ ഉയർന്നു വരികയാണ്. ഡോക്ടർമാർക്ക് അനുകൂലമായി വലിയൊരു ജനപിന്തുണ വരുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം നമ്മളറിയില്ല, നമ്മുടെ നാട്ടിലൊക്കെ ഡോക്ടർമാർക്ക് ചെറിയ ചെറിയ ഈ സ്കഫുകൾ ഉണ്ടാവാറുണ്ടാവും. ചികിത്സിച്ചില്ല അല്ലെങ്കിൽ ചികിത്സാ പിഴവ് എന്നൊക്കെ പറഞ്ഞിട്ട് സംബന്ധിക്കാറുണ്ട്. ഇതങ്ങനെയല്ല, എല്ലാം മറന്നു നിൽക്കുകയാണ്. കാരണം ഒരു സുരക്ഷയില്ല. ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ വെച്ചിട്ടാണ് ഈ ഡോക്ടറെ ബലാത്സംഗം ചെയ്യുന്നത്. അത് സാറിനറിയാം, അതിൻ്റെ ഒരു ക്രൂരത എന്ന് പറയുന്നത്. നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് നിർഭയ ദില്ലിയിൽ നമ്മൾ അറിഞ്ഞതാണ്. ഈ നിർഭയ 2 എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. പക്ഷെ അവിടെ സംഭവിച്ചത് ഒരു ബസ്സിൻ്റെ ഉള്ളിൽ കുറച്ച് കാമഭ്രാന്തന്മാർ ഈ പറഞ്ഞ രീതിയിൽ അവരെ കൊലപ്പെടുത്തിയെങ്കിൽ ഇവിടെ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിൽ സെമിനാർ ഹാളിൻ്റെ ഉള്ളിൽ വെച്ച് അർദ്ധരാത്രി എന്താ പറയുക, വളരെ പൈശാചികമായിട്ട്, പൈശാചിക വാക്കൊക്കെ ചിലപ്പം കുറഞ്ഞു മതിയാവില്ല എന്നാണ് തോന്നുന്നത്. കാരണം അവരുടെ 2 കണ്ണുകളും ഈ ഗ്ലാസ് കുത്തി ഉള്ളിൽ കയറി ബോഡി ഉള്ളിരുമ്പോൾ അതിന് രക്തം വന്നില്ല. അപ്പോൾ ശക്തമായ അടി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് മുഖത്ത്. അപ്പോൾ അതൊക്കെ നെഞ്ചിലും വയറ്റിലും കാലൊക്കെ തല്ലി ഒടിച്ചു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത്. ഇത് കൂടാതെ ഒന്നിലേറെ ആളുകൾ ബലാത്സംഗം സംബന്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഏത് രീതിയിൽ പ്രതികരിക്കണം, ഇനിയെങ്കിലും പ്രതികരിച്ചില്ല എങ്കിൽ ഇതുപോലുള്ള കാപാലിക ഭരണം പിന്നെ ഇന്ത്യയിൽ ദുരന്തമായിട്ട് പോകും. മാത്രമല്ല പിന്നീട് ഇതിനെ ആത്മഹത്യയാക്കി മാറ്റാനുള്ള ശ്രമം, തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം, റിനോവേഷന്റെ പേരിൽ ആ സെമിനാർ ഹാളിൽ ഒരു ഭിത്തി ഇടിച്ചു താഴ്ത്താനുള്ള പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന്റെ ശ്രമം, അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫർ, എന്നിട്ട് വീണ്ടും മറ്റൊരു മെഡിക്കൽ കോളേജിന്റെ പുനർനിയമനം ഒക്കെ തന്നെ സംശയത്തിന് ഇടവരുത്തുന്നത്. അപ്പാടെ താറുമാറായിരിക്കും. ഈ സന്ദീപ് ഘോഷ് എന്ന് പറയുന്ന ഒരു ഹാബിച്വൽ ഒഫൻഡറായിരുന്നു. കാര്യം ഇയാൾ ആദ്യമായിട്ടല്ല ഇതിൽപ്പെടുന്നത്. വളരെ ബാർബറിക് ആയിട്ടൊരു മനുഷ്യനാണ്. ഇവനൊന്നും ഡോക്ടറാവാൻ പറ്റിയ ആളെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പൊ തന്നെ ഈ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ഇയാളുടെ നമ്പർ 16 ആയിരുന്നു, സീറോട്ടിൻസി. ഈ 16 കിടന്ന ആളെങ്ങനെ ഒന്നിലേക്ക് വന്നു? അപ്പൊ ഇയാൾക്ക് ഈ TMC ഗുണ്ടകളുമായി അല്ലെങ്കിൽ ഭരണ നേതൃത്വമായിട്ട് ഇയാൾക്ക് തന്നെ സജീവമായ ബന്ധമുണ്ട്. ഇല്ലെങ്കിൽ ഇയാൾ ഈ ഫെസിലിറ്റി ചെയ്തു കൊടുത്തത് ഈ ഡോക്ടറെ, പാവപ്പെട്ട ഡോക്ടറെ ബലാത്സംഗം ചെയ്യാന് ഒക്കെ ചിലപ്പോൾ ഈ TMC ഗുണ്ടകൾ ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കുക. ഇതിന്റെ സത്യാവസ്ഥ CBI അന്വേഷിക്കുമ്പോൾ പുറത്തു വരത്തുള്ളൂ എന്തൊക്കെയാണ് സംഭവം, ഇതിന്റെ റീസൺ എന്താണ്, ഇത് ചിലപ്പോൾ കാരണം അറിയില്ല. എന്തിനാണ് ഈ ഡോക്ടറെ ഉപദ്രവിച്ചത്? ഇനി ഇയാളുടെ ഏതെങ്കിലും രഹസ്യങ്ങൾ ഈ ഡോക്ടർ അറിഞ്ഞിട്ടാണോ? അത് പുറത്തു പറയുന്നില്ല, പേടിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ വെളിയിൽ വരാറുണ്ട്. ഇതൊരു വെറൊരു ബലാത്സംഗമല്ല, ഒരു കാമഭ്രാന്തിൽ ഉണ്ടാകുന്ന ഒരു സാധനമല്ല. ഈ ഡോക്ടറോട് കൃത്യമായ പക ഈ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നത് ഏറ്റവും വലിയ തെളിവാണ്. അവരുടെ ശരീരത്തിലുണ്ടായ ഇത്രയും മുറിവുകൾ എന്ന് പറയും. അത് പഠിക്കാനുള്ളത് സാറ് പറഞ്ഞതുപോലെ റിനോവേഷന്റെ ഇതെന്ന് പറയുന്നത് റിനോവേഷന്റെ ആവശ്യം ഉണ്ടായില്ല എന്നുള്ള ആളുകൾ പറയുന്നത്. കാര്യം ഡോക്ടറുടെ നിലവിളി പുറത്തേക്കായിരിക്കാൻ വേണ്ടിയായിരുന്നു പരിപാടി. കാരണം ഇതിന്റെ വർക്കിന്റെ ബോളം നടക്കും, ഇതിന്റെ കൂടെ ഈ നിലവിളി പുറത്തു വെക്കരുത്. അപ്പോൾ വളരെ ആസൂത്രിതമായിട്ടാണ് ഈ സംഭവങ്ങൾ പിന്നെ ഇദ്ദേഹം പ്ലാൻ ചെയ്തത്, ഈ പ്രിൻസിപ്പൽ. മാത്രമല്ല ഇതിന് മുമ്പ് കയറുന്ന ഹോസ്പിറ്റലിലും പിന്നെ ഡോക്ടർമാര് പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട്.
അവര് പലരും പഠിത്തം നിർത്തി പോയിട്ടുണ്ട് പല കുട്ടികളും. ഇയാള് നേരത്തെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പിന്നെ മെഡിക്കൽ സ്റ്റുഡൻസ് പഠിത്തം മതിയാക്കി പോയവരുണ്ട്. നോക്കി എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ കുട്ടികളൊരു മെഡിക്കൽ സീറ്റിൽ അഡ്മിഷൻ വാങ്ങി വരുന്നത്. അപ്പൊ അവിടെയുള്ള ഒരു പ്രിൻസിപ്പലിന്റെ പിന്നെ സ്വഭാവത്തിന്റെ മോശം കാരണം, അല്ലെങ്കിൽ കൃത്യമായിട്ട് സ്വഭാവം കാരണം പഠിത്തം മതിയാക്കി പോകേണ്ട ഒരു സാഹചര്യം വരിക. അങ്ങനെ അയാളൊരു കാപാലികനാണ്, നമുക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. ഇയാളെന്ന് ഒരിക്കലും ഡോക്ടറുടെ കടത്തി കൂട്ടാൻ കഴിയില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ മിനിറ്റുകളിൽ പോലീസിനെ വിളിച്ച് വീട്ടുകാരെ വിളിച്ച് പെണ്ണ് ആത്മഹത്യ ചെയ്തത്? ഡോക്ടർ ആത്മഹത്യ ചെയ്തതെന്ന് പറയും. അതെങ്ങനെ പറയാൻ പറ്റും? അന്വേഷണം നടത്തി. ഏതെങ്കിലും അന്വേഷണം നടത്തിയിട്ടാണോ അവര് പിന്നെ ആത്മഹത്യ ചെയ്യുന്നത്? ഞാൻ ഒരിക്കലും പിന്നീട് പാടി പോകുമെന്ന് അറിയുന്ന ഒരാളാണ്, പോസ്റ്റ്മോർട്ടത്തിൽ കൂടി പുറത്തു വരുമെന്ന് അറിയുന്ന ഒരു ഡോക്ടർ തന്നെയാണ് ഇതിനെ തിരിച്ചുവിടാനുള്ള ശ്രമം. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അയാൾക്ക് അറിയാം ഒന്നും വെളി വരില്ല. കാര്യം മമതാ ബാനർജിയാണ് വിശ്വാസം ഉണ്ടായിരിക്കും. മമതാ ബാനർജിയാണ് മുഖ്യമന്ത്രി. അയാൾക്കറിയാം ഇതൊന്നും വെളി വരില്ല. പക്ഷേ ഈ പ്രതിഷേധം അയാൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാര്യം കൃത്യമായിട്ട് ആത്മഹത്യയാക്കി മാറ്റാനുള്ള പ്ലോട്ട്. കാരണം അവിടുത്തെ പിന്നെന്താണ് CP കമ്മീഷണർ പോലീസ് എന്ന് പറയുന്നത് വിനേഷ് ഗോയൽ മറ്റൊരു പിന്നെ ഫ്രോഡാണ്. ഇയാള് നേരത്തെ തന്നെ ഈ കാംതുനി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബലാത്സംഗം നടന്നിരുന്നു. ഇതേമാതിരി കുറഞ്ഞ പക്ഷേ ഇതിനൊക്കെ വളരെ ക്രൂരമായ ഒരു ഇല്ല. അന്ന് അയാളവിടെ IG ആയിരുന്നു. അയാളുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നുകൊണ്ടിരുന്നത്. ഈ കാംതുനിയിൽ നടന്ന സ്ഥലം. അവിടെ ഒരു പിന്നെ പെൺകുട്ടിയെ 9 ആളുകൾ ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്തു. ആ ബലാത്സംഗം ചെയ്തെന്നുള്ളത് പൊട്ടെ. ആ ബലാത്സംഗം ശേഷം അവരുടെ 2 കാലുകൾ വലിച്ചു കയറി ഏതാണ്ട് പൊക്കിൾ ഭാഗം വരെ വലിച്ചു കീറി പറഞ്ഞു എന്നുള്ളതാണ്. എത്ര ക്രൂരമായിട്ടാണ് ഇവനൊക്കെ ചെയ്യുന്നത്. അതിൽ ബംഗ്ലാദേശി മുസ്ലിം, എല്ലാ മുസ്ലിങ്ങളായ പ്രതികളെന്ന് പറയുന്നു. ബംഗ്ലാദേശ് മുസ്ലിം ഉണ്ടെന്ന് പറയുന്നു. അതിനെ തേച്ചു മാറ്റി പറഞ്ഞു. അതിലും ഇയാളാണ്, ഈ വിനേഷ് ഗോയലാണ് ഇതിന്റെ മുഖ്യ സൂത്രധാരൻ. അയാൾ തന്നെയാണ് ഇപ്പോൾ കമ്മീഷണറാണ്, കൊൽക്കത്ത സിറ്റി പോലീസ് കമ്മീഷണറാണ്. അപ്പൊ ഈ പറഞ്ഞ പ്രിൻസിപ്പലും ഇദ്ദേഹവും മമതാ ബാനർജിയുടെ ഒക്കെ ഡയറക്ട് ലിങ്ക്ഡാണ്. അതുകൊണ്ട് അയാൾക്കറിയാം ഇതിനൊന്നും സംഭവിക്കില്ല എന്ന് ഡോക്ടർക്ക് നല്ല ഉറപ്പുണ്ട്. ആ അക്കാരണത്താലാണ് പിന്നെ അയാൾ ധൈര്യമായിട്ട് നിന്നത്. പക്ഷെ അപ്രതീക്ഷിതമായിട്ടായി പ്രതിഷേധം പിന്നെ ഹൈക്കോടതിയുടെ അതാണ് ഇപ്പൊ ഈ പറഞ്ഞ ഒരു എന്താണ് പറയുക കാലിടറുന്നതിലേക്ക് കൊണ്ടുപോയത്. 2018 മുതൽക്ക് CBIക്ക് അവിടെ ഒരു അപ്രഖ്യാപിത വിലക്ക് സംസ്ഥാന സർക്കാർ കൽപ്പിച്ചിരുന്നു. അപ്പോൾ ഇനി ഞങ്ങൾക്ക് CBIയിൽ വിശ്വാസമില്ല, കേന്ദ്ര ഏജൻസികളിൽ വിശ്വാസമില്ല എന്നൊക്കെയാണ് അത് പറഞ്ഞിരുന്നെങ്കിലും ഹൈക്കോടതിയുടെ ഇടപെടലിൽ വന്ന സ്ഥിതിക്ക് പെട്ടെന്ന് മമത കളമാറ്റി ചവിട്ടുകയായിരുന്നു. എന്തുകൊണ്ട് CBI ആയിക്കൂടാ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ CBI അന്വേഷണത്തിൽ കൂടി ഇത് ഇന്നലെ നാളെ എന്തെങ്കിലും ഒരു രീതിയിൽ നല്ലൊരു റിസൾട്ട് അവർ പറയുന്ന കാര്യം പറയുന്നത് CBI ഏറ്റെടുത്ത കേസുകൾ ഒന്നിനും തന്നെ തീർപ്പുണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ ഇതിലും എന്താകും സ്ഥിതി? അല്ല, CBI അന്വേഷിക്കാനുള്ള തെളിവുകളെല്ലാം നശിപ്പിച്ചില്ലേ ഇവനെയാണ്. TMCയുടെ ഗുണ്ടകൾ കയറി ആശുപത്രി കയറി സർവ്വം തല്ലി തകർത്ത് എന്തൊക്കെ തെളിവിട്ട് ആ തെളിവെല്ലാം നശിപ്പിച്ചുവല്ലോ. ഇവരുടെ ഉദ്ദേശം തന്നെ. എന്നിട്ടിപ്പോ അവര് രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുകയാണ്. BJPക്കാരും കോൺഗ്രസ്സുകാരും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരും ചേർന്നാണ് ഈ പിന്നെ അക്രമങ്ങളെല്ലാം കാണിച്ചത്. പല വീഡിയോകളും വെളിവരുന്നുണ്ട്. കാരണം ട്രക്കിൽ ഗുണ്ടകളെ കൊണ്ട് ഇറക്കുന്നുണ്ട്. കാണിക്കുന്നുണ്ട്, ദേശീയ മാധ്യമങ്ങൾ കാണിക്കുന്നുണ്ട്. ഗുണ്ടകളെ കൊണ്ട് ഇറക്കിയിട്ട് ഈ ഡോക്ടർമാരെ പന്തലിലേക്ക് അവരോടൊപ്പം എത്തി ബഹുണ്ടാക്കുന്നത്. പക്ഷെ ഇവരില്ലാത്തതായതുകൊണ്ട് ഈ ഗുണ്ടകൾക്ക് എന്താണെന്ന് അറിയില്ല. അവരൊന്ന് ആദ്യം പത്തനം കടിച്ചു പിടിച്ചു, ഡോക്ടർമാരെ പന്തലടിച്ചു പിടിച്ചു. അപ്പോഴാണ് മനസ്സിലായത് ഇത് ഗുണ്ടകളാണ്, പുറത്തുള്ള ആളുകളാണെന്ന് മനസ്സിലാവുന്നത്. ഇവര് ഇതിനകത്ത് കടന്നിരുന്ന് ബഹളുണ്ടാക്കാൻ നിർദ്ദേശം കൊടുത്തിരുന്നത്. പക്ഷെ പാളിപ്പോയി. എന്നിട്ട് അവർക്കത് ബാധകമല്ല. അവർ പറഞ്ഞ പണി അവർ ഭംഗിയായിട്ട് ചെയ്തെന്നുള്ളേ ഉള്ളൂ. ഹോസ്പിറ്റൽ അതിന് സർവ്വം തല്ലി തകർത്ത് എന്തെങ്കിലുമൊക്കെ ഈ പിന്നെ തെളിവുകൾ CBI കിട്ടുമായിരുന്നതിനൊക്കെ സംബന്ധിച്ച് മമതയെ ഇത്രയും ഉദ്ദേശിച്ചോളൂ. CBI വന്നോളൂ. പക്ഷേ CBI വന്ന് വെറും കൈ പോകേണ്ടി വരും. കാരണം ബാക്കിയെല്ലാം ഞാൻ എൻ്റെ ആളുകൾ പോയി റെഡിയാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും മമതയ്ക്ക് ഇപ്പോൾ എതിർപ്പ് നേരിടേണ്ടി വരും. രസകരമായ കാര്യം ഹിൻഡൻബർഗില് ഒരു ഓഗസ്റ്റ് മാസം ഈ കാലയളവിനുള്ളിൽ തന്നെ 20 തവണയോളം ട്വീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മഹുവ മൈത്ര. അവർക്ക് ഒറ്റ ട്വീറ്റിനുള്ള സമയമേ ഇപ്പൊ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ അത് മമതയ്ക്ക് വിരുദ്ധവുമാണ്. അപ്പൊ ആ സ്വന്തം പാർട്ടിക്ക് അകത്തുനിന്ന് പോലും മമതയ്ക്ക് ഇപ്പോൾ ഗതിയുടെ ഒടുവിലാണ് രാഹുൽ ഗാന്ധി പോലും മമതയെ തള്ളി പറയാൻ വാദമുള്ളത്. അപ്പൊ ഇതൊക്കെ സാഹചര്യങ്ങൾ തികച്ചും മമതയ്ക്ക് ഇപ്പോൾ വിരുദ്ധമാണ്. ഒരുപക്ഷെ മമതയുടെ 13 വർഷക്കാലം അപരാജിതയായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന, അടിച്ചുതയ്ക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന മമതയ്ക്ക് ഇത് ആദ്യമായിട്ടായിരിക്കും ഒരു കാലിടറുന്നത്. അത് അവരുടെ വലിയ പരാജയത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോലും ഒരുവിധം പച്ച പിടിച്ചു വന്ന BJPയെ തളയ്ക്കാൻ മമതയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങേയറ്റത്തെ ന്യൂനപക്ഷ പ്രീണനത്തോടു കൂടിയാണ് കടന്നു വന്നത്. പിന്നെ ഒന്ന് ഗുണ്ടായാണ്. അതിനൊക്കെ ഒരു അവസാനം ബംഗാൾ ജനതയും രാജ്യവും ആഗ്രഹിക്കുന്നതിന്റെ തുടക്കമായി ഒരുപക്ഷെ ഇത് മാറുന്നു. ബംഗാള്
നമുക്കറിയാലോ ഇന്ത്യയിലെ ഏറ്റവും വളരെ സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സമൂഹമായിരുന്നു ബംഗാൾ. അതിനെ നശിപ്പിച്ച ആദ്യം കമ്മ്യൂണിസ്റ്റുകാരെ 36 വർഷം ഭരിച്ച ആ സംസ്ഥാനത്തിലെ ജനങ്ങളെയും അവിടുത്തെ സംസ്കാരത്തെ നശിപ്പിച്ച കമ്മ്യൂണിസ്റ്റുകാരാണ്. അതിനുശേഷം ഈ സ്ത്രീയാണ്. കമ്മ്യൂണിസ്റ്റുകാരെ ഏറെ ദോഷം ബംഗാളിൽ ഉണ്ടാക്കിയിരുന്ന ഈ സ്ത്രീയാണ്. കാര്യം അവരുടെ ഐഡന്റിറ്റി, ബംഗാളിയുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടുക. അവരുടെ ഒരു റിച്ച് കൾച്ചറുണ്ട്. ആ റിച്ച് കൾച്ചർ എല്ലാം പോയി. മറിച്ച് ഇപ്പം വെറും ഗുണ്ടായിസം മാത്രമാണ്. ബംഗ്ലാദേശിൽ നിന്ന് കുറെ രോഹിംഗ്യ മുസ്ലിങ്ങളായിട്ട് ഒരെണ്ണത്തിനകത്ത് അതിന് ഒരെണ്ണത്തിനകത്ത് കയറ്റിട്ടുണ്ട് ഈ പിന്നെ ഭരണം നിലനിർത്താൻ വേണ്ടി വോട്ടും സംഭവം ഒപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് സംഭവിച്ചെന്താ, അവിടുത്തെ ഒരു പാരമ്പര്യമായിട്ടുള്ള ബംഗാളി സംസ്കാരം ഇന്ന് ബംഗാളിൽ അസ്തമിച്ചുകൊണ്ടിരിക്കുക. അത് പൊക്കൊണ്ടിരിക്കുക. അത് നഷ്ടപ്പെടുന്നതോടുകൂടി ബംഗാളിന്റെ സ്വത്വം തന്നെ നഷ്ടപ്പെടും. അപ്പൊ ബംഗാൾ എന്നതിന്റെ സ്വത്വം നിലനിൽക്കണമെങ്കിൽ ഈ സ്ത്രീയെ ഭരണത്തിൽ നിന്ന് മാറ്റിപ്പറയേണ്ടത് അനിവാര്യതയാണ്, കാലഘട്ടത്തിന്റെ അനിവാര്യത. അതിന് ബംഗാളിലെ മുഴുവൻ ജനങ്ങളും ഒറ്റഘട്ടത്തിൽ അത് ഇപ്പോൾ അത് രൂപപ്പെട്ട് വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഡോക്ടർമാരുടെ സമരത്തോടെ അത് രൂപപ്പെട്ട് വരുന്ന മനസ്സിലാക്കും. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ മറ്റ് പൊതുജനങ്ങളും എല്ലാ പൊതുസമൂഹവും ഈ ഡോക്ടർമാരോടൊപ്പം നിൽക്കുകയും ഈ സ്ത്രീയെ ഭരണത്തിൽ നിന്ന് പറഞ്ഞു വിടുകയാണ്. ഇല്ല എങ്കിൽ അത് വലിയൊരു പിന്നെ എന്താ പറയുക, ഒരു അരാജക സംസ്ഥാനമായിട്ട് മാറും. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഗവർണറെ കുറെ മെഡിക്കൽ വിദ്യാർത്ഥികൾ മീറ്റ് ചെയ്യാൻ പോയി. അവർക്ക് സേഫ്റ്റി ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഗവർണർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, ചില അദ്ദേഹത്തിന്റെ ചില കഷ്ടതകൾ. കഴിഞ്ഞ 20 മാസമായി പറയുന്നത്, സ്റ്റേറ്റിന്റെ ഫസ്റ്റ് പേഴ്സൺ ആണ് പറയുന്നത്. 20 മാസമായിട്ട് ലോ ആൻഡ് ഓർഡർ വളരെ മോശമാണ് സംസ്ഥാനം. താറുമാറായി കിടക്കുക. മാത്രമല്ല ബംഗാളിലെ ജനങ്ങൾ ഭീതിയിലാണ്, ഈ ഫിയറിലാണ് അവിടുത്തെ ആളുകൾ കഴിയുന്നത്. മാത്രമല്ല ഈ കുട്ടികൾ അവർ ഹോസ്റ്റലിൽ സേഫ് അല്ല, ഹോസ്റ്റലിന് പുറത്ത് സേഫ് അല്ല. അപ്പൊ അതുകൊണ്ട് ഗവർണർ അവിടുത്തെ ഉറപ്പെന്താ അറിയോ, രാജ്ഭവനെ ഞാൻ അഭയഭവനാക്കി മാറ്റുന്നവർ. രാജ്ഭവനെ അഭയഭവനാക്കി മാറ്റും. നിങ്ങളെ ഞാൻ ഇവിടെ സംരക്ഷിക്കുന്ന പറഞ്ഞു. അപ്പോൾ നോക്കോളൂ, ഒരു ജനകീയ സർക്കാർ, ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാരിൽ നിന്നും ജനങ്ങൾക്ക് സുരക്ഷയില്ല. അത് ഗവർണറുടെ രാജ്ഭവനിലേക്ക് കൊടുക്കാൻ പോകും. ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ട വേറെ സാധനം, ചില ആളുകളോട് വലിയ വർത്തമാനം പറഞ്ഞല്ലോ, ഗവർണർ ഷാമ്പാണ്, ഗവർണർ അധികാരം വരുന്നു, ഇതാണെന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇവിടെയാണ് ഗവർണർ എന്ന് പറയുന്ന സ്ഥാനത്തിന്റെ പ്രസക്തി. ഒരു ജനകീയ സർക്കാർ തെമ്മാടി സർക്കാരെ മാറുന്ന സമയത്ത് അതിനെ നിലയ്ക്ക് നിർത്താൻ ഇങ്ങനെ സംവിധാനം ഉണ്ടാവണം സംസ്ഥാനത്ത്. ഉറപ്പായി കൂടുതൽ അധികാരങ്ങൾ ഗവർണർ കൊടുക്കുന്നതിൻ്റെ അഭിപ്രായം. കൂടുതൽ അധികാരം കൊടുത്ത് ജനങ്ങളെ സംരക്ഷിക്കാൻ അവസാന വാക്ക് എന്ന് പറയുന്നത് ഗവർണറേ ഉള്ളൂ. ഇതാണ് ജനകീയ സർക്കാരില്ല. ഇവർ വോട്ട് ചെയ്ത ആളുകളല്ലേ ഇവരില്ല. ഈ എത്രയോ കാലം കൊണ്ട് ഇവർ വോട്ട് ചെയ്തുകൊണ്ടുവരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ സർക്കാരിനെ പിന്നെ താഴെ ഇറക്കേണ്ട ഒരു ചുമതല ഇന്ത്യയിലെ വിവരമുള്ള ജനങ്ങളുടെ ബാധ്യതയാണ്. അപ്പോൾ അതായത് ഗവർണറുടെ ഇടപെടൽ, പിന്നെ നമ്മുടെ കോടതിയുടെ ഇടപെടൽ, അതിലൊക്കെ നമുക്ക് വിശ്വാസമുണ്ട്. വരും ദിവസങ്ങളിൽ ഇതിന് കൃത്യമായൊരു പരിസമാപ്തി, ആ കുട്ടിക്കും നാളെ ഒരു കാലത്ത് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ആശ കൈവിടണ്ട.